ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. കഴിഞ്ഞ വട്ടം ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോഴും ഇഡ്ഡലി ആയിരുന്നു. ഇന്ന് ചെയ്യുമ്പോൾ ഇതാ ഇഡ്ഡലിയാണ്. അതിനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതിന് ശേഷമാട്ടോ ഓർത്തത്. ഇന്നത്തെ വ്ളോഗിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയും ആയിരുന്നു. തലേന്ന് രാത്രി ഞാൻ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും ചട്നിക്ക് ആവശ്യമുള്ളത് കുഞ്ഞു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഇടക്ക് മാത്രം വെളുത്തുള്ളിയും കൂട്ടും. ഇത് ചമ്മന്തിക്കുള്ള ഉള്ളി അരിയാണ്. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പിന്നെ ചുവന്നമുളക് ഇതൊക്കെ പാടെ നല്ലോണം വാട്ടിയിട്ട് പിന്നെ നമ്മൾ മിക്സിയിൽ അരക്കുകയാണ് ചെയ്യുക. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സംഭവമാണ്. പിന്നെ നല്ലോണം വാടിയതാവണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വാട്ടിയാലും പ്രശ്നമില്ല. പക്ഷെ ഞാൻ ആദ്യം ഉള്ളി വെളുത്തുള്ളി ഒന്ന് വാട്ടിയിട്ട് അതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ ദോശയുടെ ഇഡ്ഡലിയുടെയും കൂടെയുള്ള മെയിൻ സംഭവം ചട്നി, അതും സെറ്റാക്കി വെച്ചു. ഒരാളിന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഗുഡ് മോർണിംഗ് പറഞ്ഞ ഹേസ് ഗുഡ് മോർണിംഗ് പറ. ഇന്ന് സ്കൂളിലേക്ക് ഒരു മടിച്ച് സ്നാക്സ് ആണ് കേട്ടോ കൊടുത്തയക്കണത്. സമൂനിൽ ചീസ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തയക്കാണ്. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മാക്സിമം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ കൊടുത്തയക്കാറില്ല കേട്ടോ. പിന്നെ അവിടെ ഹേസ് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ടല്ലേ. അച്ഛനും അമ്പൂനും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ വെള്ളം എടുത്ത് കുടിക്കൽ. ഭയങ്കര മടിയുള്ള കാര്യമാണ്. പക്ഷേ ഹേസുവിനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ വെള്ളം എന്ന് പറയുമ്പോഴത്തേനും അവൾ വേഗം എടുത്തു കൊടുക്കും. ചമ്മന്തിക്ക് വേണ്ടി വാട്ടി വെച്ചതൊക്കെ ചൂട് പാകമായപ്പോൾ ഞാൻ പിന്നെ അത് അരച്ചെടുത്തു. ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഇഡ്ഡലി, ഒരു ദിവസം ദോശ, അത് മസ്റ്റാണ് കേട്ടോ. ചിലപ്പോൾ ദോശ 2 ദിവസം ആവാനും ചാൻസ് ഉണ്ട്, മാവ് കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ സ്കൂൾക്ക് ഞാൻ ഇഡ്ഡലിയും ദോശയും കൊടുത്തയക്കുമ്പോൾ അവർക്ക് സാമ്പാർ എന്തായാലും കൊടുത്തയക്കൂട്ടോ. കാരണം അവർക്ക് അതാണ് ഇഷ്ടം. അവർക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ അതാണ് താല്പര്യം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വെറുതെ ചോദിച്ചാൽ കേട്ടോ, സാമ്പാറാണ് വേണ്ടി ഇഡ്ഡലിപ്പൊടിയാണ് വേണ്ടി ചമ്മന്തിയാണ് വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു ഇഡ്ഡലിപ്പൊടി മതി, ദോശൻ്റെ കൂടെ മതി സാമ്പാർ എന്ന്. ഞാനാണെങ്കിൽ ചോദിക്കുകയും ചെയ്തു. ഇഡ്ഡലിപ്പൊടി ആണെങ്കിൽ അത് വളരെ കുറവാണ്. അപ്പോൾ പിന്നെ വേഗം ഇന്നലെ രാത്രി കുറച്ച് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വെച്ചു. ഞാൻ എൻ്റെ കല്യാണം കഴിയണ വരെ ചട്നി കൂട്ടൽ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ എപ്പോഴും വീട്ടിലിത് ഉണ്ടാക്കി വെക്കും. വീട്ടിൽ സാമ്പാറോ മീൻകറിയോ എന്തെങ്കിലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അത് കൂട്ടും. അല്ലെങ്കിൽ ഞാൻ ഇഡ്ഡലിപ്പൊടി കേട്ടോ കൂട്ടിയിരുന്നത്. ഇപ്പോൾ പൊടി ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഓരോ സംഭവങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഉമ്മാനെ ഓർക്കും. ഇതൊക്കെ എന്നോ ഉണ്ടാക്കി തന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇഡ്ഡലിപ്പൊടിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക കേട്ടോ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ഇങ്ങനെ പണ്ടത്തെ ഓർമ്മയിലേക്ക് ഇങ്ങനെ പോയി. വീട്ടിലിങ്ങനെ ആ ഇഡ്ഡലി കഴിക്കുന്നതും അതിലിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ആ മിക്സ് ആക്കുന്നതും അതൊക്കെയാണ് ശരിക്കും സ്വീറ്റ് മെമ്മറീസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടികളും നാളെ നമ്മൾ ഓർക്കും. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന പോലെ ഒരുപാട് മെനക്കെട്ടിട്ടുള്ള ലഞ്ചിനൊന്നും ട്രൈ ചെയ്യാറില്ല. വേറെ ഒന്നുമല്ല, എൻ്റെ കുട്ടികൾക്ക് ഈ റൈസ് ഐറ്റംസ് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനോട് തീരെ താല്പര്യമില്ല. ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് നാട്ടിൽ നിന്നും ഇവിടെ നിന്നും വലിയ താല്പര്യമില്ല. പിന്നെ നാട്ടിൽ പൊട്ടാറ്റോ, സോയാബീൻ ഇതൊക്കെ പൊരിച്ചതും വെണ്ടക്ക പൊരിച്ചിട്ട് അങ്ങനെയൊക്കെ ചോറ് കൊണ്ടുവരലുണ്ടായിരുന്നു. ഞങ്ങൾ പോണ സ്കൂളിൽ നോൺ വെജ് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ പിന്നെ വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഉപ്പേരി ഒന്നും വെച്ചാൽ കറിയായി കഴിക്കില്ല. അപ്പം പിന്നെ ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തയക്കലായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ചും സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. സിമ്പിളാണ്, കാര്യമായിട്ട് എന്താ പറയുക, അലങ്കരിച്ചിട്ടൊന്നുമില്ല. ലഞ്ചും സ്നാക്സൊക്കെ പാക്ക് ചെയ്താൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടി ഇതാണ് കേട്ടോ, കുട്ടികൾക്ക് വാരി കൊടുക്കൽ. അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യണം കേട്ടോ, അല്ലാതെ അവർ പറഞ്ഞിട്ടല്ല. കാരണം വേഗം കഴിയും ചെയ്യും, അവർക്ക് ടൈം വെറുതെ കളയണ്ടല്ലോ. ആകെ അവർ കഴിക്കുക ഇതുള്ളൂ കേട്ടോ. ഈ 3 ഇഡ്ഡലി കൊണ്ടാണ് ഈ 2 പേർക്കും ഞാൻ വാരി കൊടുക്കണം. ഞാൻ +2 പഠിക്കുമ്പോൾ പോലും എൻ്റെ അമ്മ എനിക്ക് വാരി തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിക്ക് വാരി കൊടുക്കുമ്പോൾ അതിന് കൂടെ നിൽക്കും വാരി തരും. ഇവിടെ ഒരാൾ ഇന്ന് രാവിലെ എൻ്റെ കൂടെ തന്നെ എണീച്ചതാട്ടോ. ഒരു ഇടുക്ക് പറഞ്ഞിട്ട് കുറേ നേരം കറിയൊക്കെ ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെ കാക്കു സോപ്പിട്ട് സെറ്റാക്കിയതാണ്. പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു ടൈം വരെ പ്രശ്നമുള്ളൂ. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും അവളും മാത്രമായിട്ട് പിന്നെ ഫ്രീ ആണ്. പിന്നെ ഒരു പ്രശ്നമല്ല. പിന്നെ അവളുടെ കാര്യങ്ങൾ, അവളുടെ ഉറക്കൽ, അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ നിൽക്കും. അവളുടെ മൂഡനുസരിച്ച് ഞാൻ എൻ്റെ പണികളും ചെയ്യും. ഇവർ കാറെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം എനിക്കൊരു ഡൗട്ടാട്ടോ, അതാ ഞാൻ വെള്ളം വെച്ചിട്ടില്ലേ, ലഞ്ച് വെച്ചിട്ടില്ലേ എന്നൊക്കെ. കാരണം 2-3 വട്ടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ കറി വെക്കാൻ മറന്നു, പിന്നെ 1-2 വട്ടം വെള്ളം വെക്കാൻ മറന്നു. അതൊക്കെ എന്തെങ്കിലും റഷുള്ള ദിവസമായിരിക്കും. ഞാൻ മാക്സിമം ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ, വെച്ചിട്ടില്ലേന്ന്. എങ്ങട് കൊക്കോന്റെ അങ്ങോട്ട് പോകാൻ പറ്റൂല. ഹേസനോട് വീട്ടിൽ കയറിയ പാടെ ഞാൻ ആദ്യം മീൻ എടുത്തിട്ട് വെള്ളത്തിലിടുക ചെയ്തിട്ടോ. കാരണം അതിപ്പോൾ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ഐസ് പോയി കിട്ടാനൊക്കെ. രാത്രി കിടന്നൊക്കെ ഒന്ന് മടക്കി വെച്ച് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഇപ്പൊ രാവിലെ ഇനി ഹേസുവിന് ഉറക്കൽ ഈ റൂമിലല്ല. രാവിലെ കിടക്കുമ്പോൾ ഹേസും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലേ ഉറങ്ങുള്ളൂ. അവരിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ അവിടെ മെഷീനിൽ കുറച്ച് തുണികൾ ഇടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയും ഒക്കെ പാടെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ചട്നി കുറച്ച് കൂടിപ്പോയോ തോന്നുമെങ്കിലും അത് ഞാൻ പിന്നെ ഇഡ്ഡലി ടാലി ആക്കി കേട്ടോ.
ബാക്കിയുള്ള ചോറൊക്കെ പാടിട്ടുണ്ടാ തോന്നുന്നു. ഇഡ്ഡലി സാധാരണത്തെ അത്ര അടിപൊളിയായില്ല. പിന്നെ ഹെയ്സുവിന്റെ ചെറുപയർ ചോറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കൂട്ടി അരച്ചു ഞാൻ ഇഡ്ഡലി. ഇനി എന്റെ ഹെയ്സുക്കുട്ടീനെ ഉറക്കുന്ന ടൈമാണ്. സാധാരണ ഇത്ര നേരം ഒന്നും വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ. ഇത്ര ഹാപ്പി മൂഡിലാവാറില്ല. ഇവര് പോയപാട് വേഗം കടത്തി ഉറക്കലാണ് ഞാൻ. പക്ഷെ ഇന്ന് ആള് കുറച്ച് കുഴപ്പമില്ലാന്ന് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ ഓരോന്നിന് നിന്നത്. ഇനിയാണ് ഇന്നത്തെ മെയിൻ കുക്കിംഗ് തുടങ്ങാൻ പോണത് കേട്ടോ. ഇന്നത്തെ ലഞ്ച്. ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ലഞ്ച് ഒന്ന് സ്പെഷ്യൽ ആക്കാം. ഈ ടേബിളിലുള്ള സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്ന് എന്താണ് ലഞ്ചും. വീഡിയോയുടെ ലെങ്ത് കൂടി വരുന്നുണ്ട് തന്നെ ലഞ്ചും ഡിന്നറൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്